മഹാരാഷ്ട്രയിലെ ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പെ ഒരു ദിവസം എന്നെ വിളിച്ചു. മാഡം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ കുറവാ അവിടെ മഹാരാഷ്ട്രയിൽ. പബ്ലിക് ഹെൽത്ത് സിസ്റ്റം കേരളത്തിലാണ് ഏറ്റവും സ്ട്രോങ്. അതിന്റെ ഗുണം നമ്മൾ കണ്ടു. അതില്ലാത്തതിന്റെ ദോഷം ഡൽഹി മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ സ്വകാര്യ ഹോസ്പിറ്റലുകാർ സഹകരിക്കുന്നില്ല. ഗ്യാസ് സിലിണ്ടർ, ഓക്സിജൻ സിലിണ്ടർ ചിലർ വെളിയിൽ നിന്ന് പണം കൊടുത്തി വാങ്ങുകയാണ്. എന്നിട്ട് ഓട്ടോറിക്ഷയിലോ കാറിലോ ഒക്കെ ഈ സ്വകാര്യ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ചെന്നിട്ട് കരയാണ്, ശ്വാസം മുട്ടുന്നു, ഇതൊന്ന് ഘടിപ്പിച്ചു തരണം. 50,000 ഉറുപ്പ്യ മുതൽ 1,00,000 ഉറുപ്പ്യ വരെ കൊടുക്കണം ഈ ഓക്സിജൻ ഒന്ന് ഘടിപ്പിച്ചു കൊടുക്കാൻ. ഇവര് വാങ്ങിക്കൊണ്ടുപോയ ഓക്സിജൻ അവര് ബസ് സ്റ്റോപ്പിലും മറ്റും ഇരുന്നിട്ട് മരണമടയുന്നു, കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് സ്വകാര്യ ഹോസ്പിറ്റലുകളെ കൈകാര്യം ചെയ്യുന്നത്? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ CM തന്നെ വിളിച്ചു ചേർത്തിരുന്നു. സാർ ഒരു കാര്യം ചെയ്യൂ, ആ സ്വകാര്യ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിനെ വിളിച്ചിട്ട് നിർബന്ധമായിട്ടും ആവശ്യപ്പെടും, അവരിത് സഹകരിക്കണം. ഇതൊരു ലോകത്താകെയുള്ള പാൻഡമിക് ആണ്, നിങ്ങൾ ഡിസാസ്റ്റർ ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ആരെയും നമുക്ക് വിളിക്കാനും ഓർഡർ ഇടാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം പറഞ്ഞു തീർച്ചയായും. പിന്നെ അദ്ദേഹം ഈ ധാരാവിയിൽ വന്നപ്പോഴും എന്നെ വിളിച്ചു. ധാരാവിയിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് കോളനികൾ വന്നപ്പോൾ? ഞാൻ പറഞ്ഞു ധാരാവി പോലുള്ള കോളനികൾ അവിടെ ഇല്ല, പക്ഷേ ഞങ്ങൾ ക്ലസ്റ്റർ കണ്ടെയ്ൻമെന്റിന് ഒരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലസ്റ്ററുകൾ അടക്കുക, എന്നിട്ട് അബാൻഡൻ ചെയ്യരുത്. അവിടെ ആരോഗ്യ പ്രവർത്തകരെ വിന്യസിക്കുക, ആഹാരം എത്തിക്കുക, ആവശ്യമുള്ളതെല്ലാം എത്തിക്കുക, രോഗം ഭേദമാകുന്നത് വരെ അവിടെ തന്നെ ട്രീറ്റ്മെന്റ് നടത്തുക, അവിടെ ഒരു യൂണിറ്റ് തുടങ്ങുക. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും നമ്മൾ പറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, അവരത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നു. ധാരാവിയിൽ അവര് രക്ഷപ്പെടാൻ വേണ്ടി നല്ല പ്രവർത്തനം നടത്തിയിരുന്നു.